വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓരോ ദിവസം കഴിയുന്തോറും മുൻവിധികളെ മാറ്റിമറിച്ച് മുന്നേറുകയാണ്. ഒരാഴ്ച പിന്നിടുമ്പോൾ പല മത്സരാർത്ഥികളും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇതുവരെ ഒരു എവിക്ഷനാണ് ഹൗസിൽ നടന്നത്. അതിൽ പുറത്തായത് രതീഷ് കുമാർ എന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ ഹൗസിൽ 18 മത്സരാർത്ഥികളാണുള്ളത്. അവരിൽ ഹൗസിനുള്ളിലും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന 2 മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും. ഇരുവരും തമ്മിൽ ഒരു ലവ് ട്രാക്ക് കളിക്കുന്നുണ്ടെന്നാണ് മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും മനസ്സിലാകുന്നത്. ഇവരുടെ പ്രവൃത്തികൾ തന്നെയാണ് അതിന് കാരണം. ഇരുവരുടെയും ഹൗസിലെ ചേഷ്ടകളും പ്രവൃത്തികളും എല്ലാം തങ്ങൾ പ്രണയത്തിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണുള്ളത്. പക്ഷെ രണ്ടുപേരും അത് എവിടെയും തുറന്നു പറഞ്ഞിട്ടുമില്ല. ഇരുവരും പ്രണയത്തിലാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരോട് തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ജാസ്മിനും ഗബ്രിയും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചതും ഗബ്രി ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെച്ചതുമെല്ലാം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇരുവരും ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ലവ് സ്ട്രാറ്റജിയിലേക്കാണെന്ന് തുടക്കം മുതലേ ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ജാസ്മിന്റെ കയ്യിൽ ഉമ്മ കൊടുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെ ഇതിലൊരു സംശയം പ്രകടിപ്പിച്ച് ആരാധകരും എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. മാത്രമല്ല, ജാസ്മിൻ ഈ രീതിയിൽ പോയാൽ വൻ അബദ്ധത്തിലേക്കാണ് ചെന്ന് എത്തുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരവധി പേരാണ് വൈറൽ ക്ലിപ്പിന് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. 2 ആഴ്ച കൊണ്ട് ഈ രണ്ടുപേരും മാക്സിമം പ്രേക്ഷകരെ വെറുപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ച ഇവർ രണ്ടുപേരും നോമിനേഷനിൽ ഉറപ്പായും വരും. ഈ രണ്ടുപേരിൽ ആരെയെങ്കിലും ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കണം. അപ്പോൾ ബാക്കിയുള്ള ഒരാൾ തനിക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കളിക്കുമ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാം. അതേയുള്ളൂ ഇവർക്കിടയിലുള്ള ഒരേ ഒരു പോംവഴി എന്നാണ് ചിലർ പറയുന്നത്. അതേസമയം ഗബ്രിയുടെ പുറകെ പോകാതെ ഗെയിം കളിക്കാനാണ് ജാസ്മിനോട് ഭൂരിഭാഗം പേരും പറയുന്നത്. സാധാരണ നോമിനേഷനിൽ വരാതെ 2 ആഴ്ച സമയം കിട്ടിയാൽ കൂട്ടുകൂടി ഒരുത്തന്റെ കുലുസിത പ്രവർത്തികൾക്ക് നിന്ന് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയല്ലേ ചെയ്യേണ്ടത് എന്നാണ് ജാസ്മിനോട് പറയുന്നത്. ഇതിനിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പ് വൈറലായിരുന്നു. പേളിമാണിയും ശ്രീനിഷും കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആർക്കുമില്ലാത്ത സൂക്കേടാണല്ലോ ഇപ്പോൾ എന്നായിരുന്നു ഒരു കുറിപ്പ്. അതിൽ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു: പേളിയും ശ്രീനിഷും യഥാർത്ഥമായി പ്രണയത്തിലായിരുന്നുവെന്നും അല്ലാതെ ജാസ്മിനെയും ഗബ്രിയെയും പോലെ സ്ക്രീൻ സ്പേസിന് വേണ്ടി നാടകം കളിക്കുകയല്ലെന്നുമാണ് അത്. പേളി ശ്രീനിഷ് ജോഡിക്ക് ശേഷം പലരും ആ ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നുപോലും ഇതുവരെയും ഒരു സീസണിലും വിജയം കണ്ടിട്ടില്ല. എന്തായാലും ആത്മാർത്ഥ സൗഹൃദം ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.